നമുക്കിന്ന് എൻ്റെ ഒരു ഇമോഷണലി ഡാമേജ് ആയ ദിവസത്തെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ. ആക്ച്വലി ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് മുൻപ് വളരെ ലിമിറ്റഡ് ടൈം ഞാനിരുന്ന എൻ്റെ പ്രൈവറ്റ് സ്പേസിൽ കുറച്ച് ഒറ്റയ്ക്ക് ഇരുന്നിട്ടുള്ള കരച്ചിലുകളും, പിന്നെ ഈ ലിമിറ്റഡ് ടൈമിന് എടുത്തു പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, കുട്ടികളും കുടുംബവും പ്രാരാബ്ദങ്ങളും പിന്നെ ഒരു ദിവസം എങ്ങനെ പോകണമെന്ന് തൊട്ട് തലേ ദിവസമേ നമ്മൾ പ്ലാൻ ചെയ്ത് സ്കെഡ്യൂൾ ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് ആ ലിമിറ്റഡ് ടൈം കിട്ടിയ സമയം ഞാൻ ആ ഒരു കരച്ചിലും പിന്നെ ഹംനയുടെ വാതിലിൽ മുട്ടൽ സഹിക്ക വയ്യാതെ പോയിരുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് തിരിച്ചു വന്നിട്ടാണ് കേട്ടോ ഞാൻ ആക്ച്വലി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. എന്നെ ഇത്രയും ഇമോഷണലി ഡാമേജ് ആക്കിയ കാര്യം ഇന്നലെ ഒടിഞ്ഞു വീണ എൻ്റെ ട്രൈപോഡാണോ അല്ലാന്നുണ്ടെങ്കിൽ മുഖത്ത് വന്ന കുരുവാണോ എന്താണെന്ന് എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എല്ലാ മാസവും എനിക്ക് ഇതുപോലൊരു ഇമോഷണൽ ഡാമേജ് സംഭവിക്കുന്ന, അതായത് കാര്യം അറിയാതെ ഇമോഷണൽ ഡാമേജ് സംഭവിക്കുന്ന ദിവസങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ കാര്യം അന്വേഷിച്ചെത്തിയപ്പോൾ ഇന്നത്തെ എനിക്ക് കാരണങ്ങളായിട്ട് കിട്ടിയതാണ് കേട്ടോ ഞാൻ മുൻപ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ലേഡീസിന് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ദിവസങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, അല്ലാത്തവരൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഹംന ഇവിടെ നമ്മുടെ കൊച്ചാപ്പാട മോന്റെ കൂടെ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. ഹയാസ് അതേ മദ്രസയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ എനിക്ക് റെക്കോർഡ് ചെയ്ത് തരുന്നത് ട്രൈപോഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹയാസ് ആണ് കേട്ടോ. അവനെ കൊണ്ട് ഇതിനൊക്കെ പറ്റുമോ എന്നുള്ളത്, അതായത് ഇതുപോലെ ട്രൈപോഡ് ഇല്ലാത്ത സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിതുപോലെ ഇമോഷണൽ ഡാമേജ് സംഭവിക്കുന്ന ദിവസങ്ങളിൽ എൻ്റെ ചുറ്റുപാടും ആ ഒരു ഇമോഷണൽ ഡാമേജ് സംഭവിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അതായത് ഈ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊരു നെഗറ്റീവ് വൈബ് ആയിരിക്കും, അതേ സമയത്ത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അപാര പോസിറ്റിവിറ്റി ആയിരിക്കും കേട്ടോ ചുറ്റുപാടും. എനിവേ ഞാൻ പറഞ്ഞത് കണ്ടില്ലേ, നമ്മുടെ റോസൊക്കെ അത്ര ഉഷാറായിട്ടൊന്നും അല്ല നിൽക്കുന്നത്. ബോഗൻവില്ല ആണെങ്കിലും അത്രയ്ക്ക് അത്ര സെറ്റായിട്ടില്ല. എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങൾക്ക് അങ്ങനെ ഒരു കോംപ്രമൈസിങ് സാധ്യമല്ലല്ലോ. അപ്പം ഞാൻ കുറച്ച് പിള്ളേർക്ക് വേണ്ടിയിട്ട് മാത്രം ചിക്കനൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫ്രൈ ചെയ്യാൻ മസാലയും പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതപ്പോൾ എയർ ഫ്രൈ ചെയ്യാൻ പോയപ്പോഴേക്ക് ഹംന വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ എന്നും പറഞ്ഞിട്ട്. അപ്പം ഞാൻ കുക്ക് ചെയ്തിട്ട് തരാമെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഓക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചിക്കനെ കൊണ്ടുപോയിട്ട് 20 മിനിറ്റ്സ് എയർ ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അതാകുമ്പോൾ അവിടെ ഇരുന്ന് ആയിക്കോളും, നമ്മൾ തിരിച്ചിടാനും മറിച്ചിടാനും പോകണ്ട. പിന്നെ അതുപോലെ തന്നെ ഓയിലും വളരെ കുറവ് മതിയല്ലോ. അങ്ങനെ കുക്ക് ചെയ്യാനുള്ള ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് മക്കളെ ഉമ്മിച്ചിനെ ഏൽപ്പിച്ചിട്ട് ഞാനൊരു നീണ്ട കുളി കുളിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. ആ തണുത്ത വെള്ളം തല നിറയെ അങ്ങോട്ട് വീണ് കഴിയുമ്പോൾ സംഭവിച്ച ഇമോഷണൽ ഡാമേജിനൊക്കെ ഒരു കുറവ് വരുമല്ലോ. അങ്ങനെ കുളിച്ച് ഫ്രഷായി ഇനിയിപ്പോൾ ഓഫീസിൽ പോകാനുള്ള പരിപാടിയാണ്. നേരത്തെ കണ്ടതിനേലും കുറച്ചും കൂടി മുഖം തെളിഞ്ഞിട്ടുണ്ടെന്നാണ് കേട്ടോ എൻ്റെ ഒരു ഇത്. ഈ ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ മാത്രമേ പറ്റുന്നുള്ളൂ. ഈ റൂമിലായതുകൊണ്ട് ഫ്രണ്ട് ക്യാമിന് അത്ര ക്ലാരിറ്റിയും കിട്ടുന്നില്ല. അങ്ങനെ ഓഫീസിൽ പോകാനുള്ള ലഞ്ചൊക്കെ എടുത്ത് വെച്ചു. ലഞ്ചിൽ നിന്ന് അവിയലും മാമ്പഴ പുളിശ്ശേരിയും പിന്നെ പിള്ളേർക്കായിട്ട് ഫ്രൈ ചെയ്ത ചിക്കൻ പീസ് ഉണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് 2 പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മക്കൾക്ക് 2 പേർക്കും ടാറ്റ കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഞാൻ തന്നെയാണ് ഓഫീസിലേക്ക് പോകുന്നത്. കാര്യം മിക്കത് കുറച്ചധികം നേരത്തെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് പിന്നെ എന്തൊക്കെയോ എൻ്റെ വണ്ടിയുടെ ഡിക്കിയിൽ കുറേ പേപ്പേഴ്സൊക്കെ കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് എൻ്റെ കണ്ണടയും തപ്പിയെടുത്തിട്ടുണ്ട്. ഈ കണ്ണടയില്ലാതെ 2 വീലർ ഓടിക്കുക എന്ന് പറയുന്നത് ഡേ ടൈമിലാണെങ്കിലും നൈറ്റ് ആണെങ്കിലും, നൈറ്റ് ഞാൻ പൊതുവേ യൂസ് ചെയ്യാറില്ല, പക്ഷേ ഡേ ടൈമിൽ ഇത് എന്തായാലും എനിക്ക് മസ്റ്റാണ് കേട്ടോ. ഭയങ്കര കണ്ണിൽ ഇങ്ങനെ കരട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ എന്താ ഓഫീസിലെത്തിയപ്പോൾ ഇവിടെ ഒരാൾ തകൃതിയായിട്ടിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊണ്ടുവന്ന ലഞ്ച് ഞാൻ കൈയോടെ ഏൽപ്പിച്ചു. അപ്പം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടാണ് നമ്മൾ ലഞ്ച് കഴിക്കുള്ളൂ. അതുകൊണ്ട് ഇക്കാകെ ലഞ്ച് സൈഡാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ ഒഫീഷ്യൽ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞ് ഇക്കാകെ ജുമാൻ കൂടിയിട്ട് വന്നിട്ടാണ് കേട്ടോ നമ്മളിത് ഫുഡ് കഴിക്കുന്നത്. ഏതാണ്ട് ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിച്ച മാങ്ങാച്ചാർ കുറച്ച് ബാലൻസ് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി എടുത്തു. എനിക്ക് പൊതുവേ കുറച്ച് സ്പൈസി ആയിട്ട് ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം. ഇക്കാകാണെന്നുണ്ടെങ്കിൽ ഈ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ 2 പേരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇക്കാക എനിക്ക് തോന്നുന്നു പേപ്പർ വായിക്കുന്നുണ്ട്. എനിക്കില്ലാത്തതും ഇക്കാക്കുള്ളതുമായി ഒരു ഹാബിറ്റാണ് കേട്ടോ പേപ്പർ വായന എന്നുള്ളത്. അപ്പോൾ ഇത് എന്നത്തെയോ ഒരു പേപ്പറാണ്. അപ്പോൾ അതിരുന്നുണ്ട്, അതിനകത്ത് എന്തോ ഒരു ഇതൊക്കെ ഇക്കാക വായിക്കുന്നുണ്ട്, പാരഗ്രാഫ്. ഫുഡും കഴിച്ച് ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പുതിയ ഗ്യാരേജിനായിട്ട് ഒരു പ്ലോട്ട് എടുത്തിട്ടുണ്ടല്ലോ, ഞാൻ മുന്നേ നിങ്ങളുമായിട്ട് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലോട്ടിൽ ചെറിയ പണി കാര്യങ്ങളൊക്കെ, സ്ട്രക്ചറിൻ്റെ ചെറിയൊരു പണി കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തറയുടെ ഈ ഒരു ലെവലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ വാപ്പിച്ച് വന്ന് നനച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഉച്ചയായപ്പോൾ ഇവിടെ ഭയങ്കര വെയിലാണ്. അപ്പം നന്നായിട്ട് ഒരു 3-4 നേരമൊക്കെ നനയ്ക്കേണ്ടതുണ്ട്. അപ്പം നനയ്ക്കാൻ വേണ്ടിയിട്ട് മോട്ടർ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം മോട്ടറൊക്കെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് ഇത് നമ്മൾ നനയ്ക്കുകയാണ്. ഈ ഒരു വീഡിയോ ക്ലിപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. കാര്യം ഞാൻ നനയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഗ്യാരേജും കൂടി കാണാമല്ലോ. അപ്പോൾ പേര് കുറച്ചും കൂടി എടുത്ത് കാണാം, ആ ഒരു ലെവലാണ് കേട്ടോ. നന്നായിട്ട് നനയ്ക്കുന്നുണ്ട്. കാര്യം ഞാൻ പറഞ്ഞല്ലോ നല്ല വെയിലാണ്. പിന്നെ നനയ്ക്കലും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആ ഓഫീസിലേക്ക് വന്നു. അപ്പോൾ ഇക്കാക്ക് ഇവിടെ വന്നിട്ട് ഇക്കാൻ്റെ ബാക്കി വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇക്കാൻ്റെതായ കാര്യങ്ങളിൽ അടിപൊളിയായിട്ട് ബിസിയാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ നോക്കാണ്, എൻ്റെ കണ്ണ്
കണ്ണൊക്കെ കണ്ടില്ലേ നന്നായിട്ട് കറുത്തിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വീട്ടിൽ വരുമ്പോൾ തന്നെ ഒരു 11 ഒക്കെ ആവുന്നുണ്ട് കേട്ടോ രാത്രി. അപ്പോൾ പിന്നെ ഒട്ടും സമയമില്ല, ഉറക്കത്തിൻ്റെ ഒരു കുറവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മൾ വീണ്ടും നനക്കാൻ വേണ്ടി വന്ന സമയത്താണ് നമ്മുടെ പ്ലാൻ വരയ്ക്കുന്ന നമ്മുടെ എഞ്ചിനീയർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ എന്തോ മെഷർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവരങ്ങനെ അത് എടുത്തിട്ട് പോയി. ഇക്കാകെ അപ്പം ഗ്യാരേജിലേക്ക് വീണ്ടും പോകുന്നുണ്ട് എന്തൊക്കെയോ കാര്യം. ഈ റോഡ് ക്രോസ് ചെയ്യുന്നത് ഒരു ചെറിയ പണിയാണ് കേട്ടോ. കാര്യം നമ്മൾ അത്രയും സമയം വണ്ടികൾ ഉണ്ടാവില്ല. ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നല്ല വണ്ടികളായിരിക്കും. പിന്നെ ഞാനും നനക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഓഫീസിലേക്ക് വന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് അടുത്തൊരു മൊബൈൽ ഷോപ്പിലേക്കാണ് കേട്ടോ. ഇതിന് മുന്നേ 2-3 സ്ഥലത്ത് കയറിയിട്ടുണ്ടായിരുന്നു. കാര്യം എൻ്റെ ഇമോഷണൽ ഡാമേജ് സംഭവിച്ചതിൻ്റെ റീസൺ ഈ ട്രൈപോഡ് ഇല്ലാത്തതാണോ എന്നുള്ളതാണ് ഇക്കാകെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. എന്നാൽ പിന്നെ ട്രൈപോഡ് വാങ്ങിക്കാമെന്നും പറഞ്ഞിട്ട് നമ്മൾ UC കോളേജിലേക്ക് കണ്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ വന്നപ്പോൾ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് നിലവിൽ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് ഹാൻഡ്ലിങ് കുറച്ചും കൂടി ഈസി ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ടൈപ്പ് തന്നെയാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളായതുകൊണ്ട് പല മോഡലും പല വെറൈറ്റിയും കുറച്ചും കൂടി സ്പെക്ക് കാര്യങ്ങളുള്ളതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ നിന്ന പയ്യനില്ലേ, ബ്ലാക്ക് ഷർട്ട് ഇട്ട പയ്യൻ, അവിടുത്തെ ഷോപ്പിലത്തെ പയ്യൻ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. ആളെല്ലാത്തിനെയും പറ്റിയിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നു എന്നുള്ളതാണ്. ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട്. ഹാൻഡ്ലിങ് കുറച്ചും കൂടി എളുപ്പമായതും പിന്നെ എനിക്കൊരു സേഫ് സോൺ ഉണ്ടല്ലോ ഞാൻ യൂസ് ചെയ്തതിൽ തന്നെ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ റിംഗ് ലൈറ്റ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പുള്ളി നമുക്ക് ഓൺ ചെയ്ത് വെച്ച് തന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിലൊക്കെ വെച്ച് ഇങ്ങനെ വീഡിയോ എടുക്കണം. അപ്പോൾ ഞാൻ പറയാണ് എന്നെ കാണാനേ കൊള്ളില്ല എന്നുള്ളത്. അങ്ങനെ ട്രൈപോഡ് നോക്കാൻ വന്ന ഞങ്ങൾക്ക് ഒരു ട്വിസ്റ്റ് സംഭവിച്ചു കേട്ടോ. നമ്മൾ ട്രൈപോഡ് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചു. കാര്യം എന്താണെന്നുള്ളത് വരും വീഡിയോസിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ നോക്കിയത് ഫോണിന് കേസാണ് കേട്ടോ. കാര്യം എൻ്റെ ഫോണിൻ്റെ കേസാണെങ്കിൽ നന്നായിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. പിന്നെ ഇക്കാൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു യെല്ലോയിഷ് കളറും ആയിട്ടോ. അപ്പോൾ രണ്ടുപേരെയും മാറ്റാം. അതുപോലെ സ്ക്രീൻ ഗാർഡും നല്ല രീതിയിൽ കയ്യിൽ നിന്ന് താഴെ പോകാറുണ്ട് ഫോൺ. അൽഹംദുലില്ലാ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ സ്ക്രീൻ ഗാർഡ് ആണെങ്കിൽ അത്യാവശ്യം ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഓർത്തു സ്ക്രീൻ ഗാർഡും പുതിയത് ഒട്ടിക്കാന്നുള്ളത്. അപ്പോൾ ഇതാ ഈ യെല്ലോയിഷ് കളർ ആയതാണ് കേട്ടോ ഇക്കാൻ്റെ കേസ് ഉണ്ടായിരുന്നത്. എൻ്റെതാ ഇതാണ്. മുന്നേ നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതും അത്യാവശ്യം ഡാമേജ് ആയിട്ടുണ്ട്. ഇക്കാക്കാൻ്റെ ഫോണിൻ്റെ കളർ ഉണ്ടല്ലോ ഈ ഒരു ടെയിൽ കളർ ആയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവേഴ്സ് യൂസ് ചെയ്യുന്നതിനോടാണ് കേട്ടോ താല്പര്യം. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഇക്കാക്ക അങ്ങനെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫോണിൻ്റെ കേസും അതുപോലെ സ്ക്രീൻ ഗാർഡൊക്കെ ഒട്ടിച്ചു. അങ്ങനെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി നേരെ ഇക്കാനെ കൊണ്ടുപോയി ഓഫീസിലാക്കിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടോ. ഇന്നിപ്പോൾ ഒരു 7:30 ആയപ്പോഴേക്കും വീട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ കണ്ട തന്നെയല്ലല്ലോ നിങ്ങൾ വൈകുന്നേരം കാണുന്നത്. അതുപോലെ എൻ്റെ ഫോണിൻ്റെ കവർ അടിപൊളിയായിട്ടില്ലേ. എന്തായാലും ഇമോഷണൽ ഡാമേജ് സംഭവിച്ച ദിവസത്തിൽ രാവിലെ തുടങ്ങിയ പോലെ അല്ല, അൽഹംദുലില്ലാ ഒരു 50% ഞാൻ ഓക്കെ ആയിട്ടുണ്ട്. ഇത് എല്ലാ മാസവും എനിക്ക് ഒരു ദിവസം ഇതുപോലെ ഉണ്ടാവാറുണ്ടെന്നുള്ളതാണ് കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഹോർമോൺ ഇംബാലൻസ് ലൈക്ക് പീരീഡ്സ് ആവുന്നതിന് മുന്നേ ഉള്ള ഒരു ബോഡി ചേഞ്ച് അങ്ങനെ സംഭവിക്കുന്ന ഇമോഷണൽ ഡാമേജ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു ദിവസത്തെ പറ്റി ഞാൻ വിശ്വസിക്കാറുള്ളത്. എന്തായാലും വീഡിയോസിനെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വരും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ ഉടനെ തന്നെ എന്തായാലും ഗിവ് അവേനെ പറ്റി അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.